ഇപ്പൊ തണ്ടിലം 3 ഏക്കർ പാടത്ത് പൊട്ടുവെള്ളരി, ഏറ്റവും വലിയ പൊട്ടുവെള്ളരി ദേ പറിക്കുകയാണ്. കണ്ടോ, ഇതാണ് പൊട്ടുവെള്ളരി, ഏറ്റവും വലിയ പൊട്ടുവെള്ളരി. പ്രിയമുള്ളവർ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തണ്ടിലത്ത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു ഞാൻ 3 ഏക്കർ സ്ഥലത്ത് വെജിറ്റബിൾ കൃഷി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ നിൽക്കുന്നത്, ഷോബി. ഇവിടെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുള്ള കുക്കുംബറാണ്. ഈ കുക്കുംബർ മാത്രമല്ല, ഇവിടെ പൊട്ടുവെള്ളരി, വെള്ളരി, തണ്ണിമത്തൻ, മത്തൻ, കുമ്പളം, പയറ് എല്ലാം ഇവിടെ ഉണ്ട്. തണ്ടിലം വെജിറ്റബിൾസ് എന്നൊരു ബ്രാൻഡ് അങ്ങോട്ട് തുടങ്ങണ്. കുഴപ്പമില്ലല്ലോ, അതാണ് തണ്ടിലം വെജിറ്റബിൾസ്. അങ്ങനെ ഒരു വാഹനത്തിൽ ഞങ്ങൾ ഇനി നിങ്ങളുടെ അടുത്തേക്ക്, വീടുകളുടെ അടുത്തേക്ക് വരും തണ്ടിലം വെജിറ്റബിൾസുമായിട്ട്. അപ്പോൾ ഈ മാതൃക നേരത്തെ ഷോബി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വേലൂരിലെ ഒഴിഞ്ഞുകിടക്കുന്ന പാടശേഖരങ്ങളൊക്കെ അടുത്ത വർഷം നമുക്ക് വിപുലമായ രീതിയിൽ അതിനെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ കണ്ട് വാ, എന്നിട്ട് ഒരു 10 ലക്ഷം രൂപ ഇറക്കി കഴിഞ്ഞാല് എന്തോരം പച്ചക്കറി, തമിഴ്നാട്ടിലെ പച്ചക്കറി ഇനി നമുക്കിനി വേണ്ട. ഇത് എല്ലാവരും മാതൃകയാക്കി എടുക്കണം. ഇത് വേലൂരിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കഞ്ഞിക്കുഴിക്കാര് ഞങ്ങളെ അഭിനന്ദിക്കുന്നു കേട്ടാ. അതൊക്കെ കാണുണ്ടാവും അവര്, അത് ഭാഗ്യമാണ്. ആ പഞ്ചായത്തിലെ എല്ലാ വീട്ടിലും പച്ചക്കറിയാണ്. അതുപോലെ വേലൂർ പഞ്ചായത്തിൽ നടക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാനായിട്ട്, ഇതൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിന്റെ കൂട്ടായ്മയുള്ള ആൾക്കാരാണ്. ഇവിടെ പൊട്ടുവെള്ളരി, ഇതാണ് പൊട്ടുവെള്ളരി. കണ്ടോ, പൊട്ടുവെള്ളരി കിടക്കണ കിടപ്പ് കണ്ടാ, ഉറങ്ങാണ് കേട്ടോ, ഞാൻ വിളിക്കണില്ല കേട്ടോ. പൊട്ടുവെള്ളരി, ഇതെല്ലാം പൊട്ടുവെള്ളരികളാണ്. ദേ കിടക്കുന്നതെല്ലാം പൊട്ടുവെള്ളരികളാണ്. ഇനി ഞങ്ങള് പറിച്ചിട്ടിട്ടുള്ള കൊട്ട വെച്ച് ചേച്ചിയോട് കൊട്ട വെച്ച് ഇത് കണ്ട, ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തുനിന്നും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിന്റെ പുറകിലാണ് ഇപ്പോൾ. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് അത്ഭുതകരമായ കാഴ്ചകളാണ്. കേട്ടാ, തണ്ണിമത്തന്റെ അടുത്തേക്ക് വരാം. ഇതേ കണ്ട, ഇതെല്ലാം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുക. ഇപ്പുറത്ത് ദേ കിടക്കുന്നു. ഇതെല്ലാം നിറയെ കേട്ടോ കായകളാണ്. ഇത് കാണുന്നത് തന്നെ നമുക്ക് വലിയ ആനന്ദമാണ് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത്, ആ മഞ്ഞ കളർ കാണുന്നതെല്ലാം മത്തൻ പൂവിട്ടിട്ടുള്ള രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം മത്തന്റെ പൂവാണ്. ഒന്ന് കണ്ടോളൂ, കണ്ടോ സുന്ദരമായിട്ട്. നിങ്ങളെ അതിൻ്റെ ഉള്ളിൽ തേനീച്ചകൾ കണ്ടോ, തേനീച്ചകൾ. യെസ്, ഇതുപോലെ ഈ പ്രദേശം മുഴുവൻ 3 ഏക്കർ സ്ഥലം നമ്മൾ പച്ചക്കറികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലെല്ലാം കുക്കുംബർ. ജസ്റ്റ് എക്സാമ്പിൾ. അതിലൊന്ന് മാറ്റി കൊടുത്തേ. കണ്ടാ, ഇതിന്റെ ഉള്ളിലെല്ലാം കുക്കുംബറുകളാണ്. ഇതിലൊക്കെ ഉണ്ട്, എല്ലാ കളികളിലും കുക്കുംബറാണ്. ഇതാ കിടക്കണ കുക്കുംബർ. കണ്ടാ, ഇവിടെയൊക്കെ കുക്കുംബറാണ്. ഇനി ഞാൻ പോകുന്നത് തണ്ണിമത്തന്റെ അടുത്തേക്കാണ്. തണ്ണിമത്തൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. അത്രയും സുന്ദരമായൊരു കാഴ്ചയാണ് തണ്ണിമത്തന്റെ. ഇനി ആ കാണുന്ന ഏരിയ, ഇതാണ് ഞങ്ങളുടെ നല്ലടയൻ കർഷക സംഘം, സെന്റ് ആന്റണീസ് ചർച്ച് തണ്ടിലം. ഇവിടെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനാണ്. ഇതെല്ലാം തണ്ണിമത്തനുകളാണ്. കണ്ടോ, തണ്ണിമത്തന്റെ ഒരു കൂടാരം പോലെയാണ് ഇവിടെ. എല്ലാ കമ്പിലും തണ്ണിമത്തനുകളാണ്. ഇതെല്ലാം തണ്ണിമത്തനുകളാണ്. കണ്ടോ, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം. ഇതെല്ലാം തണ്ണിമത്തൻ. കണ്ടോ, ഞാൻ തണ്ണിമത്തന്റെ ആ ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം വലിയ തണ്ണിമത്തൻ. കണ്ടോ, ഇവിടെയൊക്കെ എല്ലാ തണ്ടിലും ഉണ്ട്. കണ്ടോ, ഇത് തണ്ണിമത്തന്റെ ഒരു ഗാദറിംഗ് ആണ് ഇവിടെ കിടക്കണേ. നോക്കിയേ, കേട്ടാ, ഇതെല്ലാം തന്നെ. ഇത് വലിയ തണ്ണിമത്തൻ. കണ്ടാ, ദേ തണ്ണിമത്തൻ. ഇതൊക്കെ തണ്ണിമത്തനാണ്. കണ്ടാ, ഇവിടെ തണ്ണിമത്തൻ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് കുറെ അധികം കാണിച്ചു തരാനുണ്ട്. കണ്ട, ഇതെല്ലാം തണ്ണിമത്തനുകളാണ്. അവിടെ തണ്ണിമത്തൻ, ഇവിടെ തണ്ണിമത്തൻ. അപ്പോ ഇതെല്ലാം ജൈവ തണ്ണിമത്തനുകളാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ ഏരിയ മുഴുവൻ തണ്ണിമത്തന്റെ പാടാണ്. ഇതിലൊക്കെ തണ്ണിമത്തനുകളാണ്. ഈ തണ്ണിമത്തൻ മാത്രമല്ല, കിരൺ എന്ന് പറയുന്ന മറ്റൊരു തണ്ണിമത്തൻ ഇതിലുണ്ട്. ഇതാണ് കിരൺ. കണ്ടോ, കിരൺ തണ്ണിമത്തൻ. ഇവിടെ കിടക്കുന്നു. ഇരട്ടപെറ്റ തണ്ണിമത്തൻ. കണ്ട, ഇവിടെ. ഇനി ഏരിയ മുഴുവൻ അതാണ്. തണ്ണിമത്തൻ. ഇനി
ഇവിടെ തണ്ണിമത്തൻ സുന്ദരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇതുപോലെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് കൈ അടച്ചു തുടങ്ങി, അത്രയധികം തണ്ണിമത്തനുകളുണ്ട്. കണ്ട തണ്ണിമത്തൻ കിടക്കണുണ്ടോ? ഇവരൊന്നും എഴുന്നേറ്റിട്ടില്ല, നേരം വെളുത്ത് എഴുന്നേറ്റിട്ടില്ല തണ്ണിമത്തൻ. ഇവിടെ എല്ലാം തണ്ണിമത്തനുകളാണ്, നിറയെ തണ്ണിമത്തനുകൾ. കണ്ടോ കിരൺ. അപ്പോ സുന്ദരമായ ഈ പാടത്ത് നിന്നിട്ടാണ് നമ്മുടെ കർഷകരൊക്കെ അവിടെയുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ ക്യാൻസറിനെ നമ്മൾ വിളിച്ചു കൊണ്ടുവരരുത് കേട്ടോ, വിളിച്ചു കൊണ്ടുവരരുത്. കണ്ടോ ഇവിടെയൊക്കെ വലിയ വലിയ തണ്ണിമത്തനുകളാണ് കിടക്കണത്. ഇതൊക്കെ ഈ ചൂടുകാലത്ത് എത്രയോ ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ. കണ്ടോ ഇവിടെയൊക്കെ തണ്ണിമത്തനുകളാ. കാണിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചതിരിയണവരെ കാണിക്കാൻ തണ്ണിമത്തനുകളുണ്ട്. കണ്ട ഇവിടെ എല്ലാം ഏരിയ മുഴുവൻ തണ്ണിമത്തനുകളാ. ഇത് നമ്മൾ വിഷുവിന് 15-ന് നമ്മളിതെല്ലാം പറിച്ച് വിൽക്കാനായിട്ട് നമ്മൾ റോട്ടില് ലൈവായിട്ട് അവിടെ വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തണ്ണിമത്തനോട് കൂടിയുള്ള ആശംസകൾ നേരുകയാണ്. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമയായിട്ട് മാറണം. അതായത് നമ്മുടെ പാടശേഖരങ്ങൾ കൃഷി കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനാണ്, പുല്ല് വരില്ല, നിങ്ങൾക്ക് പണി കുറവാണ്. ജൈവ വളവും ജൈവ കീടനാശിനികളും കൊടുത്ത്, അതായത് ഈ വേപ്പിന്റെ എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല പച്ചക്കറികള് തണ്ണിമത്തൻ, കുക്കുംബർ, വെള്ളരി, മത്തൻ, കുമ്പളൊക്കെ വെച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പോ വീണ്ടും കാണാം.